ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കുണ്ടാവുന്ന കുറേ ഫീലിങ്സുകൾ ഉണ്ടല്ലോ. എന്താ പറയുന്നത്, ദേഷ്യം, സന്തോഷം, അഹങ്കാരം, ടെൻഷൻ, വേദന. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീലിങ്സുകളുണ്ട്. ആ ഫീലിങ്സുകളെ കുറേയൊക്കെ നമുക്കറിയാം, ചിലതൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ശരി. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBSE സിലബസിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ 5, 6, 7 ഒരു തിരുത്തുണ്ട്. CBSE അല്ല, സ്റ്റേറ്റ് സിലബസിലാണ് കേട്ടോ. കൂടുതൽ എൻക്വയറി അതാണ് വരുന്നത്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കാണ് 5, 6, 7 കേട്ടോ. ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷനാണ്. ഓക്കെ, ഗൂഗിൾ മീറ്റ് കൂടിയാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലോ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഓക്കെ, ദേഷ്യം ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ദേഷ്യത്തിന് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗുസ്സ അല്ലേ. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഇപ്പം നമ്മൾ സെന്റൻസ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നു. എങ്ങനെ പഠിച്ചിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വരുന്നു. മുജേ ഗുസ്സ ആ രഹാ ഹെ. മുജേ ഗുസ്സ ആരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രഹാ ഹെ എൻ്റെ ഷോർട്ട് കേട്ടോ. മുജേ ഗുസ്സ ആരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നു. ഇനിയിപ്പോൾ അവന് ദേഷ്യം വരും എന്നാണെങ്കിലും അവന് ദേഷ്യം വരും. ഇത് പറഞ്ഞാൽ അവന് ദേഷ്യം വരും. എങ്ങനെയാ? ഉസ്കോ ഗുസ്സ ആയേക. ഉസ്കോ ഗുസ്സ ആയേക എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം വരും. അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഗുസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം. അടുത്തത് ഉദാസ്. ഉദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിനെയാണ് നമ്മൾ ഉദാസ് എന്ന് പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്, അവരോട് ചോദിക്കുകയാണ്, ക്യാ ഉദാസോ, ക്യാ ആപ് അല്ലെങ്കിൽ തും ഉദാസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താ വിഷമിച്ചിരിക്കുകയാണോ, സങ്കടപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ തോന്നുകയാണ് നമുക്ക് അവർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുക ക്യാ ഉദാസോ. മനസ്സിലായോ? ഇനിയിപ്പോ ഒരാളെ നമ്മളിങ്ങനെ സമാധാനിപ്പിക്കുക, ഒരുപാട് സങ്കടപ്പെടണ്ട, ജാദാ ഉദാസ് മത് ഹോയിയേ, ജാദാ ഉദാസ് മത് ഹോയിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടണ്ട എന്ന് പറയില്ലേ നമ്മൾ സമാധാനിപ്പിക്കാനായിട്ട്. അപ്പൊ അതിനെങ്ങനെ പറയണേ? ജാദാ ഉദാസ് മത് ഹോയിയേ. മനസ്സിലായോ? ശരി. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുഃഖി. ദുഃഖ് എന്ന് പറഞ്ഞ ഫീൽ അല്ലെ, ദുഃഖം. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, സാഡ് മനോഭാവമായിട്ടുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ പറയും ഓ ഹമേശ ദുഃഖി രഹത്താൻ. പക്ഷെ എപ്പോഴും സാഡ് ആയിട്ടിരിക്കുന്ന ഒരാള്. മനസ്സിലായോ? അപ്പൊ ആളെ നോക്കി നമ്മൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ഓ ഹമേശ ദുഃഖി രഹത്താൻ. മനസ്സിലായോ? ശരി. ഇനി എന്താണ് സന്തോഷം? സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദിയിൽ ഖുഷ് എന്നാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇപ്പൊ ഞാൻ പറയാണ് ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എങ്ങനെയാ പറയാ ഹിന്ദിയിൽ പറയുമ്പോ? ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ആജ് മേ ബഹുത് ഖുഷ് ഹൂ. ആജ് മേ ബഹുത് ഖുഷ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ നമുക്കൊരു സന്തോഷമുള്ള വാർത്ത, ഇത് സന്തോഷമുള്ളൊരു വാർത്തയാണ്. എങ്ങനെയാ പറയാ? നോർമലി പറയാം ഓ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വാർത്തയാട്ടോ എന്ന് പറയില്ലേ. അതെങ്ങനെയാ? ഏക് ഖുഷ് ഖബർ ഹൈ. ഏക് ഖുഷ് ഖബർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സന്തോഷമുള്ളൊരു വാർത്തയാണ് എന്നാണ് കേട്ടോ. ഓക്കെ. ഇനി പ്യാർ. പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം, ലവ് അല്ലേ. ഓക്കെ. അപ്പൊ അതിനൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഇപ്പോ അമ്മ എന്നെ നന്നായി സ്നേഹിക്കുന്നു. എങ്ങനെ പറയാ? മാ മുझे बहुत प्यार करती है. മാ മുझे बहुत प्यार करती है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ല. എങ്ങനെയാ പറയാ? സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ല. प्यार करना कोई गुनाह नहीं है. प्यार करना कोई गुनाह नहीं है. ഈ ഗുണാർ എന്ന് പറയുന്നത് കുറ്റം എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ പ്യാർ കർന കൊയ് ഗുണാ നെയ്യേ, സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ല. മനസ്സിലായോ? ശരി. അടുത്തൊരു വാക്കാണ് തനാവ്. അതേത് ഫീലിംഗ് ആണെന്ന് പറയും? ടെൻഷൻ. തനാവ് എന്നാണ് ടെൻഷനെ പറയാ കേട്ടോ. ഇപ്പൊ നമ്മൾ പറയില്ലയോ നോർമലി എല്ലാവരും ടെൻഷൻ തന്നെയാണ് പറയാ, എന്നാലും നമുക്ക് ആ വേർഡ് പഠിച്ചു വെക്കാം.
തനാവ് എന്നാണ്. ഇപ്പൊ പറയും ഇന്ന് ഞാൻ വലിയ ടെൻഷനിലാണ്. ഈവൻ മലയാളത്തിൽ പോലും നമ്മൾ ടെൻഷനാണ് യൂസ് ചെയ്യുക അല്ലെ, ഇംഗ്ലീഷ് വേർഡാണ്. ഇന്ന് ഞാൻ നല്ല ടെൻഷനിലാണ്. ആജ് മേ ബൗ തനാവ് മേ ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനിലാണ്. ആജ് മേ ബൗ തനാവ് മേ ഹൂ, ആജ് മേ ബൗ ടെൻഷൻ മേ ഹൂ എന്നും പറയാം കേട്ടോ. പക്ഷെ ആ വേർഡ് ഇതാണ് തനാവ്. ഇനിയിപ്പോ പറയാണ് അവൻ എപ്പോഴും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കും, ടെൻഷനിലായിരിക്കും അവൻ എപ്പോഴും, അതാണ് എന്തെങ്കിലും ടെൻഷനിലായിരിക്കും. അതിനെങ്ങനെ പറയാ? വോ ഹമേശ കിസി ന കിസി തനാവ് മേ രഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും, വോ അവൻ, ഹമേശ എപ്പോഴും, കിസി ന കിസി എന്തെങ്കിലും, തനാവ് മേ രഹത്തെ ടെൻഷനിലായിരിക്കും. അതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ തനാവ് എന്നുള്ള വേർഡ്. ഒരുപാട് യൂസ് അല്ല, എന്നാലും പലയിടത്തും കേൾക്കാം. ഓക്കെ, ശരി. ഇനി അടുത്തത് വേദന. വേദന അതൊരു ഫീലിംഗ് അല്ലേ? വേദനയെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ദർദ് എന്നാണ് കേട്ടോ. ദർദ് എന്ന് പറഞ്ഞാൽ വേദന. ഇപ്പൊ നമ്മൾ പറയാ എനിക്ക് തലവേദന എടുക്കുന്നു, എങ്ങനെയാ പറയാ? എനിക്ക് തലവേദനയാണെന്ന് പറയില്ലേ നമ്മള്? മുജെ സിർ ദർദ്, മുജെ സിർ ദർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തലവേദനയാണ്. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ് താങ്കൾക്ക് വേദനിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ? അപ്പൊ ദർദ് ഹോരേക്കാണ്, അപ്പൊ ദർദ് ഹോരേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എടുക്കുന്നുണ്ടോ എന്നാണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും മുറിവ് വെച്ചിട്ട് വേദനിക്കുന്നു നമ്മൾ പറയില്ലേ? മുജെ ദർദ് ഹോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നു, അതാണ്. മനസ്സിലായോ? അപ്പൊ ദർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന. ഓക്കെ, ശരി. ഇനി അടുത്തൊരെണ്ണാണ് ഡർ. ഡർ എന്ന് പറഞ്ഞാൽ പേടി. മനസ്സിലായോ? പേടിയ. അപ്പോ നമ്മൾ പറയാണ് ഡറോ മത് എന്ന് പറഞ്ഞാൽ എന്താ? പേടിക്കണ്ട. ഡറോ മത്, പേടിക്കണ്ട. മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ പേടിച്ചു പോയി, എങ്ങനെയാ പറയാ? മേം ഡർ ഗയി എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി. അപ്പോ ഡർ, പേടി. ഓക്കെ, ശരി. ഇനി അടുത്ത ഒന്നാണ് ഗമണ്ട്. ഗമണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. മനസ്സിലായോ? അഹങ്കാരത്തിനെ പറയുന്നത് ഗമണ്ട്. ഇനിയിപ്പോ നമ്മൾ പറയാ അവൻ ഭയങ്കര അഹങ്കാരിയാ, എങ്ങനെയാ പറയാ? ഓ ഭാവ് ഗമണ്ടി ഹെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര അഹങ്കാരിയാ, അതാണ് കേട്ടോ. ഇനി ഗമണ്ട് മത് കരോ എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കരിക്കരുത്. മനസ്സിലായോ? ഗമണ്ട് മത് കരോ. അപ്പോ ഗമണ്ട് അഹങ്കാരം. ഓക്കെ, ശരി. അടുത്തൊരു വാക്ക് വെറുപ്പ്. വെറുപ്പിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നഫ്രത്ത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോണ്ട് ഹേറ്റ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വെറുക്കല്ലേ. മുജിസെ നഫ്രത്ത് മത് കരോ, ഈ സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. മുജിസെ നഫ്രത്ത് മത് കരോ, ഡോണ്ട് ഹേറ്റ് മീ, എന്നെ വെറുക്കല്ലേ. മനസ്സിലായോ? ശരി. അതുപോലെ തന്നെ എനിക്ക് അവനോട് വെറുപ്പാണ്. മുജെ ഉസ്സെ നഫ്രത്ത് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒറ്റ നഫ്രത്ത് എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശരി. ഇനി എന്താണ്? ക്ഷീണം ഒരു ഫീലിംഗ് അല്ലേ? ടയേർഡ്. അപ്പൊ അതിനെങ്ങനെയാ പറഞ്ഞ മുമ്പ് ഈ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ട് മേ തഗ്ഗി അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കുക. ഓക്കെ, തഗ്ഗയ എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക കേട്ടോ. അപ്പോ ക്ഷീണത്തിന് എന്താ പറയുന്നത്? തക്ക അല്ലെങ്കിൽ തക്ക ഹുവ എന്നും പറയാം കേട്ടോ. ക്ഷീണം, അതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ഷീണിച്ചു, മേ തഗ്ഗയാഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു എന്നാണ്. മനസ്സിലായോ? ഇനിയിപ്പോ നമ്മളൊരാളോട് പറയാം ഒരുപാട് ചെയ്യണ്ട, താങ്കൾ ക്ഷീണിക്കും, ഒരുപാട് ചെയ്യണ്ട, നീ ക്ഷീണിക്കും എന്ന് പറയില്ലേ? അതെങ്ങനെയാ? ജാദാ മത് കറോ, ആപ് തക് ജായേംഗെ, ആപ് തക് ജാവോഗെ. ഇങ്ങനെ രണ്ടും പറയാം കേട്ടോ. തക് ജാവോഗെ എന്ന് പറയാം, തക് ജായേംഗെ എന്ന് പറയാം. ഇതൊക്കെ ഗ്രാമറിൽ വരുന്നതാണ് കേട്ടോ. ഇത് രണ്ടും പറയുന്നത് ഒരർത്ഥമാണ്. ഓക്കെ, ജാദാ മത് കറോ, ആപ് തക് ജാവോഗെ. അധികം ഒരുപാട് ചെയ്യണ്ട, നീ ക്ഷീണിക്കും. അപ്പൊ അതാണ് ക്ഷീണം, തക്ക. ഓക്കെ, ശരി. അടുത്തൊരു വാക്കാണ് ശാന്ത്. ശാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ? ശാന്ത് എന്ന് ഉദ്ദേശിക്കുന്ന മലയാളത്തിലും അത് തന്നെയാണ് അർത്ഥം. പീസ്ഫുൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് എന്തെങ്കിലും ഒരാളിപ്പോ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ആപ് ശാന്ത് ഹോ ജാവോ, നീ ഒന്ന് ശാന്തനാകൂ എന്ന് പറയില്ലേ? ആപ് ശാന്ത് ഹോ ജാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തനാകൂ, അതാണ്.
ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ പോയിട്ട് നല്ലൊരു സ്ഥലത്ത് പോയിട്ടിരിക്കുമ്പോ ഈ പ്രദേശം നല്ല ശാന്താണെന്ന് പറയുന്നത്, പീസ്ഫുൾ ഏരിയ, അതെങ്ങനെയാ പറയാ? ഈസ് ഇലാക്ക ശാന്ത്. ഈ ഇലാക്ക എന്നുള്ള അർത്ഥം വരുന്നത് പ്രദേശം അല്ലെങ്കിൽ ഈ ഇടം ശാന്തമാണ്, അതാണ് കേട്ടോ. ഈസ് ഇലാക്ക ശാന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ഏരിയ ആണെന്നാണ്. ഓക്കെ, അപ്പൊ ശാന്ത്, പീസ്ഫുൾ. ഓക്കെ, ശരി. ഇനി അടുത്തൊരു വാക്കാണ് ഗർവ്. ഗർവ് എന്ന് പറഞ്ഞാൽ പ്രൗഡ് എന്നാണ് കേട്ടോ, അഭിമാനം. ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയില്ലേ, എനിക്ക് നിന്നില് അഭിമാനമുണ്ട്, എങ്ങനെയാ പറയാ? ഗർവ്, അതാണ് കേട്ടോ, ഗർവ്. അപ്പൊ മുझे आप पर गर्व है, മുझे आप पर गर्व है എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നിൽ അഭിമാനമുണ്ട്. ഓക്കെ, അതുപോലെ മുझे अपने आप पर गर्व है, मुझे अपने आप पर गर्व है എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്നിൽ അഭിമാനമുണ്ട്. മുझे अपने आप पर गर्व है. ഇനി എന്താ? എനിക്ക് മലയാളി ആയതിൽ അഭിമാനമുണ്ട്, ഞാൻ മലയാളി ആയതിൽ അഭിമാനിക്കുന്നു എന്ന് പറയില്ലേ, അതെങ്ങനെയാ? മുझे മലയാളി होने पर गर्व है, मुझे മലയാളി होने पर गर्व है, ഞാൻ മലയാളി ആയതിൽ അഭിമാനിക്കുന്നു, അതാണ് കേട്ടോ. അപ്പൊ ഗർവ് എന്ന് പറഞ്ഞ പ്രൗഡ്, അഭിമാനം. ഓക്കെ, ശരി. അടുത്തത് ലാസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഫീലിംഗ് ആണ് വിശപ്പും ദാഹവും, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിശപ്പിന് എന്താ പറയണേ? ഭൂക്ക്. ദാഹിക്കുന്നതിന് പ്യാസ്, അല്ലേ? ഓക്കെ, ഇപ്പൊ പറയാണ് എനിക്ക് വിശക്കുന്നു, മുझे ഭൂക്ക് ലഗ് രഹാ ഹൈ, മുझे ഭൂക്ക് ലഗ് രഹ, ഷോർട്ടില് കേട്ടോ. ഇനി മേ ഭൂക്കാമു എന്നും പറയാം. മേ ഭൂക്കാമു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു തന്നെയാണ് കേട്ടോ അർത്ഥം, ഭൂക്ക എന്ന് പറഞ്ഞാല്. ഓക്കെ, അതുപോലെ തന്നെ മുझे പ്യാസ് ലഗ് രഹി ഹെ, മുझे പ്യാസ് ലഗ് രഹി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാം ഒരു ഫീലിങ്സ് ആയിരുന്നു. ഇനിയുണ്ട് ഒരുപാട്, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുന്ന വാക്കുകൾ എന്താ പറയുന്നത്, ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഫീലിങ്സ് ആണ് കേട്ടോ, അത് വേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാത്രം സോർട്ട് ചെയ്ത് പഠിപ്പിച്ചത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നമ്മുടെ ഈ ഒരു സീരീസ് കഴിയാറായി, ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയണേ, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.